എന്റോട് അവന്റെ കളി. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. ഏന്റി ഭയങ്കര ദേഷ്യത്തിലാ ഉള്ളത്. അതിനെന്താ, നീ പോയി വിളിക്കടാ. നിന്റോടൊന്നല്ലാതെ ദേഷ്യം പിടിച്ചത് ആനയോടല്ലേ? നിനക്ക് ഈ കുഞ്ഞാമി ആരാന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ വേണ്ടാന്ന് വെക്കുമ്പോഴത്തേക്ക് നീ എന്നെ ചവിട്ടി തെറിപ്പിക്കും ല്ലേ? എടാ, ഞാൻ വിളിക്കില്ല. ഇപ്പോൾ ഏന്റി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഏന്റി പറയുന്ന ബാക്കി മുഴുവനും ഞാൻ കേൾക്കേണ്ടി വരും. എന്താടാ നീ വരാത്തത്? വാടാ. ഇനി നീ എന്റെ മുന്നിൽ വന്നാൽ നിന്നെ ഞാൻ ബോൾ ചവിട്ടി തെറിപ്പിക്കും പോലെ തെറിപ്പിക്കും. ആനയാണോ ബോൾ ചവിട്ടി തെറിപ്പിക്കും പോലെ തെറിപ്പിക്കുമെന്ന് പറയുന്നത്? ചിലപ്പോൾ കുയ്യാനേന്റെ കാര്യമായിരിക്കും പറഞ്ഞത്. നീ മെസ്സി ആണെങ്കിൽ ഞാൻ റൊണാൾഡോ ആണ്. റൊണാൾഡോ. നിങ്ങൾ ആരും വിളിക്കുന്നില്ലെങ്കിൽ ഞാൻ വിളിക്കാം. എന്നാൽ ചേട്ടൻ വിളിക്ക്. കുഞ്ഞമ്മി. കുഞ്ഞമ്മി അല്ലടാ, തടിയനാനെ, കുഞ്ഞാമി. നീ എന്റെ പേരൊക്കെ പഠിച്ചിട്ട് അങ്ങനെ എന്നെ മയക്കാൻ നോക്കണ്ട. ഞാൻ ചവിട്ടി തെറിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ നീ പേടിച്ചു പോയില്ലേ? കുഞ്ഞാമിന്ന് വിളിച്ചിട്ട് എന്നെ സോപ്പിടാൻ വന്നിക്ക്. നിനക്ക് ഇപ്പോഴാ മനസ്സിലായത് ഈ കുഞ്ഞാമി ആരാണെന്ന് ല്ലേ? ഇവർ ഇതെന്തൊക്കെയാടാ പറയുന്നത്? അത് തന്നെ, ഇവരെ നിർത്തൂലെന്നാ തോന്നുന്നത്. നീ തന്നെ വിളിക്കടാ. ആരാടാ നിന്റെ ഏന്റി? ഇങ്ങളെന്നെ. അത് ഇക്രുവിന്റെ സൗണ്ട് അല്ലേ? എന്റെ ഏന്റി, ഇങ്ങളെന്നാ അവിടുന്ന് കളിക്കുന്നത്? എടാ ഇക്രു, നീയോ? നിന്നെ ഈ മാന ചവിട്ടി തെറിപ്പിച്ചതാണോ ഇവിടത്തേക്ക്? ഇങ്ങളൊന്ന് ഇറങ്ങി വന്നേ. ആയിട്ടില്ലടാ, ഇവിടെ ഉണ്ട് ഒരു ആന വിമാനത്തിലോട്ട് പറന്നു പോകുന്നു. അവൻ എനക്കൊരു ചവിട്ടും തന്നിട്ടാണ് പോയത്. അവന്റോട് 2 വർത്താനം പറഞ്ഞിട്ട് ഞാൻ വരാം. എന്റെ ഏന്റി, വിമാനത്തിലോട്ട് പോകുമ്പോൾ ആന ചവിട്ടും തന്നിട്ട് പോയതല്ല അത്. അങ്ങനെയല്ലേ? ഓഹോ, അപ്പോൾ അവൻ ഇതിലൂടെ പോകുമ്പോൾ ഒരു ചവിട്ടും തന്നിട്ട് പോയതായിരിക്കും ല്ലേ? എന്റെ ഏന്റി, ഇങ്ങളെ ഞാൻ ചവിട്ടി തെറിപ്പിക്കും. ഇങ്ങളൊന്ന് ഇറങ്ങി വന്നേ. ഏന്റി, നിങ്ങളോട് മര്യാദയ്ക്ക് ഇറങ്ങാനാ പറഞ്ഞത്. അതല്ലടാ. എന്തല്ലാന്ന്? എടാ, എനക്ക് ഇറങ്ങുന്നത് അറിയില്ല. അതൊക്കെ എന്തറിയാനാ? നിങ്ങൾ ഇങ്ങ് ഇറങ്ങി വാ. നിനക്കെന്താടാ പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നില്ലേ? എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഒരു മരത്തിൽ നിന്നും ഇറങ്ങുന്നതും അറിയില്ലേ നിനക്ക്? അതൊക്കെ പഠിക്കണ്ടേ? മരത്തിൽ നിന്നും ഇറങ്ങി പഠിക്കാൻ ഞാൻ എന്താ കുരങ്ങനാ? അത്രക്ക് നിർബന്ധമാണെങ്കിൽ താൻ വന്നിട്ട് ഇറങ്ങടാ. അതിന് ഞാൻ ഇറങ്ങിയിട്ട് തന്നെയല്ലേ ഉള്ളത്. പിന്നെയും എങ്ങനെയാ പിന്നെയും ഇറങ്ങുക? ഓന്റെ ഒരു കോമഡി. ഏന്റി, നിങ്ങൾ അതും ഇതും പറഞ്ഞു നിൽക്കാണ്ടൊന്ന് ഇറങ്ങാൻ നോക്ക്. എടാ ഇക്രു, അതിനെനക്ക് ഇറങ്ങുന്നത് അറിയില്ലടാ. എടാ, നീ അവനെ ഇറങ്ങുവാൻ നിർബന്ധിക്കണ്ട. എന്ത് നിർബന്ധിക്കണ്ട എന്നോ? പിന്നെ ഏന്റി ഇങ്ങനെ തന്നെ മരത്തിൽ നിൽക്കുവാനാണോ നീ പറയുന്നത്? അതല്ലടാ, ഇങ്ങനെ നിർബന്ധിച്ചിട്ട് ഇറങ്ങുമ്പോൾ അഥവാ കുഞ്ഞാമിത്തെ കാല് തന്നെ വീണാലോ? പിന്നെ നമുക്കൊന്നും ചെയ്യുവാൻ പറ്റില്ല. വെറുതെ ഓരോരോ അപകടം നമ്മളായിട്ട് വരുത്തി വെക്കണോ? പിന്നെ എങ്ങനെയാ ഏന്റിയെ താഴോട്ടിറക്കുക? അവളോട് മരത്തിൽ നിന്നും താഴേക്ക് തുള്ളുവാൻ പറ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പറയാം. ഡി കുഞ്ഞമ്മി. കുഞ്ഞമ്മി അല്ലടാ, മരക്കുരങ്ങ, കുഞ്ഞാമി. അതെന്നാ സംഭവിച്ചത്? വല്ലതും പറ്റിയോ? അതെന്നാടാ സംഭവിച്ചത്? അത് വവ്വാലുകൾ പറന്നു പോയതാണ്. ഇത്രയും സ്ഥലം ഇവിടെയൊക്കെ ഉണ്ടായിട്ടും ആ വവ്വാലുകൾ എന്തിനാ ഇതിലൂടെ തന്നെ പറന്നു പോയത്? ആ വവ്വാലുകളെല്ലാം കൂടിയിട്ടാണ് എന്നെ ഇങ്ങ് താഴോട്ടേക്ക് തള്ളിയിട്ടത്. അത് വന്നതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് താഴോട്ടെത്തി. ഇങ്ങനെ ചന്തിയും കുത്തി വീണതാണോ സിമ്പിള്? അമ്മിണി, ഈ വവ്വാലുകൾ എന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്? അതെനിക്ക് കറക്റ്റ് അറിയില്ല. എന്നാലും എന്റെ അറിവിൽ ഞാൻ പറയുകയാ. ഈ പ്രേതമൊക്കെ വരുന്നതിന് മുന്നേ വവ്വാലുകൾ ഇങ്ങനെ പറക്കുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പേടിയാകുന്നുണ്ട്. എന്റെ അല്ലോ, എന്നൊന്ന് ഇറക്കടാ. കുഞ്ഞാമിത്തയല്ലത്? ഏന്റി ഇതെവിടെ പോയി? അതെവിടുന്ന ഏന്റിന്റെ സൗണ്ട് കേട്ടത്? എടാ പൊട്ടന്മാരെ, അങ്ങോട്ട് വായുമ്പോൾ നോക്കാണ്ടെങ്കിൽ മേലോട്ട് നോക്ക്. അത് ശരി, ഇവിടെ കയറി ഇരുന്നിട്ടാ നിങ്ങൾ ഇങ്ങനെ നിലവിളിക്കുന്നത്? എന്റെ ഏന്റി, നിങ്ങൾ എന്തിനാ പിന്നെയും അങ്ങ് മുകളിലോട്ട് കയറി പോയത്? എന്തൊരു ഭാഗ്യത്തിനാ ആ വവ്വാലുകൾ കാരണം നിങ്ങൾ താഴോട്ട് ഇറങ്ങിയത്. അതിന്റെ അടുത്ത് നിങ്ങൾ പിന്നെയും മുകളിലോട്ട് കയറി പോയിക്കാ. ഇങ്ങക്കെന്താ ശരിക്കും വട്ടുണ്ടാ? എടാ, അതിന് ഇത് ഞാനല്ലടാ കയറിയത്. പിന്നെ ഇങ്ങളല്ലാണ്ട് ഇങ്ങളെ കുരങ്ങനാ മരത്തുമ്പോൾ കയറിയിരിക്കുന്നത്? അല്ലടാ, ഇത് ഞാൻ തനിച്ച് മരത്തിൽ കയറിയതല്ല. പിന്നെ നിങ്ങൾ ആരാ മരത്തിൽ കയറ്റിയത്? എനിക്കറിയില്ലടാ, ഞാൻ തനിയെ മുകളിലോട്ട് പൊന്തി വന്നതാ. എന്ത്? തനിയെ മുകളിലോട്ട് പൊന്തി പോയതെന്നാ? അതേടാ, ഞാൻ തനിയെ മുകളിലോട്ട് പൊന്തി വന്നതാ. എന്നെ ഒന്ന് രക്ഷിക്കേ. എടാ സൽമാനെ, അതെന്തുകൊണ്ടാടാ ഏന്റി തനിയെ മുകളിലോട്ട് പൊന്തി പോയത്?
ഇതൊന്നും നീ ഉറക്കെ പറയല്ല. ഏന്റി കേട്ടാൽ പേടിച്ച് മൂത്രമൊഴിച്ചു പോകും. നിങ്ങളെല്ലാം എന്താ അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത്? ഹേയ്, ഒന്നുമില്ല ഏന്റി. എന്നാൽ പിന്നെ എന്നെ ഒന്ന് താഴോട്ട് ഇറക്കാനുള്ള വഴി നോക്ക്. നിങ്ങളെ താഴോട്ട് ഇറക്കണമെങ്കിൽ പിന്നെയും ആ വവ്വാലുകൾ തന്നെ വരണം. എടാ പൊട്ട, അവിടെ നിന്നും തമാശ പറയാതെ എന്നെ ഒന്ന് ഇറക്കാൻ നോക്ക്. എടാ, അത് നോക്ക്. എന്താടാ, ഒരു മരക്കൊമ്പ് വരുന്നതാണോ അത്? ഹേയ്, അതൊന്നുമല്ല അത്. അയ്യോ, അതൊരു കൈയല്ലേ? എന്ത്? എടാ പൊട്ട, അത് പ്രേതത്തിന്റെ കൈയാണ്. പ്രേതത്തിന്റെ കൈയാ? എടാ, ഇതിപ്പോൾ എന്നെ പിടിക്കുന്ന തോന്നുന്നത്. ആ കൈ എവിടെ പോയി? എടാ ഇക്രു, എന്റെ പിറകിലൊന്നും ആ കൈ ഇല്ലല്ലോ. നീ ഒന്ന് നോക്കിയേ. എന്റെ അല്ലോ, ഈ പ്രേതത്തിനെ എങ്ങനെ കൈയും കാലും കാണിച്ചിട്ട് പേടിപ്പിക്കുന്നത്? പേടിക്കണ്ട, നിങ്ങളുടെ പിറകിലൊന്നുമില്ല. പിന്നെ ആ കൈ എവിടെ പോയി? എടാ, ആ പ്രേതം നമ്മളെ ആക്രമിക്കുവാൻ തുടങ്ങിയെന്നാ തോന്നുന്നത്. ഇങ്ങനെ നമ്മളെ പേടിപ്പിച്ച് പേടിപ്പിച്ച് അവസാനം നമ്മളെ കൊല്ലുമെന്നാ തോന്നുന്നത്. എടാ, എന്നാടാ ചെയ്യാ? ഇതിനൊരു പരിഹാരം നമ്മളുടെ അടുത്തില്ലല്ലോ. അയ്യോ, വീണ്ടും അത് വന്നു. എന്റെ അല്ലോ, ഇത് പോയിട്ടില്ലടാ. പിന്നെയും ഇതാ വരുന്നേ. ഇതിപ്പോൾ എന്നെ പിടിച്ചിട്ട് എവിടത്തേക്കെങ്കിലും പോകുമെന്ന് തോന്നുന്നത്. ആരെങ്കിലും ഒന്ന് രക്ഷിക്കടാ എന്നെ. ആവശ്യത്തിന് ഒറ്റ വവ്വാലിനെ കാണില്ല. എവിടെ പോയി എല്ലാ വവ്വാലുകളും? എടാ വവ്വാലുകളെ, ഒന്ന് നേരത്തെ വന്നതുപോലെ വാടാ. എന്നെ ആരെങ്കിലും വന്ന് താഴെ ഇറക്കി. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്ക്. ഈ പ്രേതത്തിന്റെ കൈ ഇപ്പോൾ എന്നെയും കൂട്ടി കൊണ്ടുപോകുമെന്നാ തോന്നുന്നത്. ആ കൈ എവിടെ പോയി? ഇവിടെയൊന്നുമില്ലല്ലോ. രക്ഷപ്പെട്ട്. ആ കുന്തം ഇവിടെയൊന്നുമില്ല. അത് വരും മുന്നേ എന്നെ ഒന്ന് വേഗം ഇവിടെ നിന്ന് രക്ഷിക്കേ. എന്റെ കുഞ്ഞാമിത്ത, ഞങ്ങൾ നിങ്ങളെ എങ്ങനെ രക്ഷിക്കുവാനാ? നിങ്ങൾ ഇങ്ങ് തുള്ളിക്കോ. ഞാൻ തുള്ളൂല, എനക്ക് പേടിയാ. എന്നാ പിന്നെ അവിടെ തന്നെ അങ്ങ് നിന്നോ. എടാ, അങ്ങനെ പറയല്ലടാ. ആ പ്രേതത്തിന്റെ കൈ വന്നതുപോലെ ഇപ്പോൾ തലയും കാലും എല്ലാം വരുമെന്നാ തോന്നുന്നത്. അതിനു മുന്നേ നീ ഇവിടെ നിന്നും എന്നെ ഒന്ന് താഴോട്ട് ഇറക്ക്. ഞങ്ങൾ ഇത് എങ്ങനെ ഇറക്കുവാനാ ഇനി പറയുന്നത്? എടാ, ഒരു ഏണിയാറ്റം എടുത്തുകൊണ്ടുവാ. ഏണിയാ? ആ, ഏണി തന്നെ. നീ പോയി ഏണി എടുത്തിട്ട് വാ. അത് നിങ്ങളുണ്ടാ ഈ കാട്ടിൽ ഏണി കൊണ്ടുവച്ചിക്ക്? നിങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് പ്രേതം പിടിച്ചു കൊല്ലും. അതിനു മുന്നേ നിങ്ങൾക്ക് താഴോട്ട് തുള്ളുന്നതാണ് നല്ലത്. എന്റെ അല്ലോ, ഞാനിപ്പോൾ എന്നാ ചെയ്യാ? ആ പ്രേതം ഇനിയും വരുന്നതിന് മുന്നേ ഇവിടെ നിന്നും ഇറങ്ങണം. അവൻ പറഞ്ഞതുപോലെ ഇവിടെ നിന്നും തുള്ളിയാലോ? എന്റെ അല്ലോ, ഇവിടെ നിന്നും തുള്ളിയാൽ എന്റെ കാൽ ഒടിഞ്ഞു പോകും. തുള്ളിയില്ലെങ്കിൽ ആ പ്രേതം എന്നെ പിടിക്കുകയും ചെയ്യും. അങ്ങനെ ഞാൻ ആ പ്രേതത്തിന് എന്നെ കൊടുക്കില്ല. കാല് പൊട്ടിയാലും സാരമില്ല, ഇവിടുന്ന് തുള്ളിയേക്കാം. എന്റെ അല്ലോ, ഇനി ശരിക്കും കാല് പൊട്ടിയാലോ? എന്തായാലും സാരമില്ല, രണ്ടും കൽപ്പിച്ചിട്ട് തുള്ളുന്നതാ നല്ലത്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ തുള്ളുകയാണ്. അയ്യോ, ഇത്രയും ദൂരത്തു നിന്നും തുള്ളിയാൽ ഏന്റിയുടെ കാലൊടിയും. ആ കുഞ്ഞാമിത്ത, ഇത്രയും ദൂരത്തു നിന്നും തുള്ളിയാൽ നിങ്ങളുടെ കാലൊടിയും. മെല്ലെ മെല്ലെ പിടിച്ചിറങ്ങ്. ഇല്ല, ഞാൻ തുള്ളുകയാണ്. പ്ലീസ് തുള്ളരുത്. അതെ, തുള്ളിയാൽ കാലൊടിയും. ആ കുഞ്ഞാമിത്ത, തുള്ളരുത്. ഇവർക്കൊക്കെ എന്നോട് ഇത്രയും സ്നേഹമുണ്ടായിരുന്നോ? നല്ല രസമുണ്ട് അവർ ഇങ്ങനെ നിർബന്ധിക്കുന്നത് കാണാൻ. ആ സുലൈമ മാത്രം എന്നോട് തുള്ളണ്ടാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അവനിക്ക് എന്റെ കാലൊടിഞ്ഞിട്ട് കാണണമായിരിക്കും. അതായിരിക്കും അവനൊന്നും പറയാത്തത്. എന്തായാലും അവന്റെ മുന്നിൽ നിന്നും ഓവറാക്കിയിട്ട് തുള്ളാം. എന്നിട്ട് എന്റെ കാലൊടിയാണ്ട് ഞാൻ ഇങ്ങനെ എഴുന്നേൽക്കുന്നത് കാണുമ്പോൾ അവൻ ഞെട്ടിപ്പോകും. അഥവാ കാലൊടിഞ്ഞാലോ? ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒടിഞ്ഞ ഭാവത്തിൽ നിൽക്കണ്ട, അവന്റെ മുന്നിൽ നല്ലോണം നിൽക്കാം. എന്നാലോചിക്കുന്നത്? മെല്ലെ മെല്ലെ പിടിച്ചിറങ്ങ്. ഇല്ല. എന്താ ഇല്ലാന്ന്? ഞാൻ പിടിച്ചിറങ്ങുന്നില്ല, ഞാൻ തുള്ളുകയാണ് ചെയ്യുന്നത്. അയ്യോ അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതന്നെ കുഞ്ഞാമിത്ത, ഇവിടെ നിന്നും എന്തെങ്കിലും പറ്റിയാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോലും പോകാൻ പറ്റില്ല. അതെ, ഇവിടെയൊന്നും ഹോസ്പിറ്റൽ ഇല്ലല്ലോ. നീ ഒന്ന് മനസ്സിലാക്ക കുഞ്ഞമ്മി. കുഞ്ഞമ്മി അല്ലടാ കളവാ, കുഞ്ഞാമി. ഒന്ന് പറയുന്നത് കേൾക്ക്. ഏന്റിയുടെ നല്ലതിന് വേണ്ടിയിട്ടാ പറയുന്നത്. ഏന്റി തുള്ളരുത്. അവരുടെ വർത്താനം കേട്ട് നിന്നാൽ പിന്നെ തുള്ളാൻ തോന്നില്ല. വേഗം തുള്ളിയേക്കാം. എന്തായാലും ഇവിടെ നിന്നും പിടിച്ചിറങ്ങാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങൾ ആരും ഒന്നും പറയണ്ട, ഞാൻ തുള്ളാൻ തീരുമാനിച്ചു. രക്ഷപ്പെട്ടു, എന്റെ കാലൊടിഞ്ഞിട്ടില്ല. നോക്കി
എവിടെ പോയി? ഏന്റി അങ്ങോട്ടല്ല ഏന്റി, ഇങ്ങോട്ട്. എന്റെ അമ്മോ, ഞാനെന്താ താഴോട്ട് എത്തത്? അയ്യോ, അറിയില്ല ഏന്റി. എടാ, ഞാൻ തുള്ളിയിട്ട് താഴോട്ടേക്ക് വീഴുന്നില്ലടാ. അയ്യോ, അമ്മിനി, സൽമാനെ, എന്തൊക്കെയാ ഇത് നടക്കുന്നത്? ഇതൊക്കെ ആ പ്രേതത്തിന്റെ കളിയാ. എന്റെ അല്ലാ. ഞാൻ മാത്രം എന്താണ് ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്? നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ താണു നിൽക്കുന്നത്? ആ പ്രേതം നിങ്ങളെയൊന്നും കണ്ടില്ലേ, എന്നെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അല്ല, നിനക്ക് അവിടെ നിന്ന് നടക്കുവാൻ പറ്റുമോ? നടന്നിട്ട് ഇപ്പോൾ എന്താക്കുവാനാ? അല്ല, നടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചതാ. ഒന്ന് പോടാ കളവാ അവിടുന്ന്. എനിക്ക് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാനല്ലാതെ വേറെ ഒന്നിനും പറ്റുന്നില്ല. ഏന്റി, പേടിക്കണ്ട ഏന്റി. നീ ഒന്ന് പോടാ അവിടുന്ന്. നീ കുറെ സമയമല്ല പേടിക്കണ്ട പേടിക്കണ്ടെന്ന് പറയുന്നേ. മനുഷ്യൻ ഇവിടെ പേടിച്ചിട്ട് ഒരു പരുവമായിക്ക്. അതിന്റെ ഇടയ്ക്ക് അവൻ കാര്യമായിട്ട് പേടിക്കണ്ട പേടിക്കണ്ടെന്ന് പറയുന്നത്. നീ ഇങ്ങനെ പറഞ്ഞാൽ എന്റെ പേടിയൊക്കെ പോകുമോ? അതല്ല ഏന്റി. ഏതല്ലാന്ന്? ഒന്ന് സമാധാനിപ്പിക്കാന്ന് വിചാരിച്ചാൽ അതിനും സമ്മതിക്കില്ല. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ? ഇതിനെന്ത് വഴിയാടാ പറഞ്ഞു തരേണ്ടത്? നമുക്ക് എല്ലാവർക്കും കൂടി കുഞ്ഞാമിത്താന്റെ കാല് പിടിച്ച് വലിച്ചാലോ? അത് ശരിയാകുമോ? അതൊന്നും അറിയില്ല. എന്നാലും നമുക്ക് കാല് പിടിച്ച് വലിച്ചു നോക്കാം. എന്നാൽ വാ. എന്താ? ഞങ്ങൾ നിങ്ങളുടെ കാല് പിടിക്കാൻ വന്നതാ. ഇപ്പോൾ കാല് പിടിച്ച് മാപ്പൊന്നും പറയണ്ട. ഞാൻ അങ്ങ് താഴോട്ടെത്തട്ടെ, എന്നിട്ട് കാല് പിടിച്ച് മാപ്പ് പറയാം. ഇങ്ങളെ കാല് പിടിച്ച് മാപ്പ് പറയാനല്ലേ ഞങ്ങൾ വന്നത്. ഇങ്ങളെ കാല് പിടിച്ചിട്ട് താഴോട്ട് വലിച്ചിടാനാ. ഏന്റി, ഞങ്ങൾ ഏന്റിയുടെ കാല് പിടിച്ച് വലിക്കാം. അഥവാ ഏന്റി താഴോട്ട് തന്നെ ഇങ്ങ് വന്നാലോ? എന്നാൽ നിങ്ങളെല്ലാം കൂടി എന്നെ താഴോട്ടേക്ക് വലിക്ക്. താഴോട്ട് വലിച്ചിടാം. സൽമാനെ, ഏന്റിയെ പിടിച്ച് വലിക്ക്. അതെന്തിനാടാ ചിരിക്കുന്നത്? അതിങ്ങ് താഴോട്ട് ഇറങ്ങുന്നത് ആലോചിച്ചിട്ട് സന്തോഷം കൊണ്ട് ചിരിക്കുന്നതായിരിക്കും. ഓ, അങ്ങനെയായിരിക്കും അല്ലേ? എന്നാൽ നീ പിടിച്ച് വലിക്ക്. കുഞ്ഞാമിത്താക്ക് നല്ലോണം സന്തോഷമാകുന്നുണ്ട്. എടാ, ഇവർ സന്തോഷം കൊണ്ട് പിടിക്കാൻ വിടുന്നില്ലല്ലോ. അത് തന്നെ, ഇതെന്ത് കളിയാ കളിക്കുന്നത്? ഏന്റി, നിങ്ങൾ ഇങ്ങനെ സന്തോഷം കൊണ്ട് ഡാൻസ് കളിക്കല്ല. സന്തോഷല്ലടാ, എനിക്ക് നിങ്ങൾ പിടിക്കുമ്പോൾ ഇക്കിളിയാകുന്നതാ. അയ്യേ, എടാ, ഇവർ സന്തോഷം കൊണ്ട് ചിരിച്ചതല്ല, ഇക്കിളിയായിട്ട് ചിരിച്ചതാ. അതന്നെ, ഏന്റിന്റെ കാല് പിടിക്കുമ്പോൾ ഉണ്ടാകും ഏന്റിക്ക് ഇക്കിളിയാകുന്നു. ഇക്കിളിയാക്കാതെ കാല് പിടിക്ക്. ഇക്കിളിയാക്കാതെ കാല് പിടിക്കണം പോലും. ഇങ്ങളെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. എടാ, നീ എന്നാ ചെയ്യുന്നത്? ഇവരുടെ കാല് പിടിച്ചിട്ടൊന്ന് ഞെരിക്കട്ടെ, എന്നാൽ ഇങ്ങനെ കിളിച്ചോണ്ട് നിൽക്കില്ല. എന്റെ കാല്. ഇപ്പോൾ ശരിയായി, ഇനി വന്ന് പിടിച്ചു വലിക്ക്. എടാ, വരുന്നുണ്ട് വരുന്നുണ്ട്, നല്ലോണം പിടിച്ചു വലിക്ക്. എടാ, എനക്കൊന്നും പറ്റിയിട്ടില്ലടാ. നോക്കിയേ, നിങ്ങൾ വലിച്ചിട്ട് ഞാൻ താഴോട്ട് തന്നെ വന്നു. ശരിക്കും എനിക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ? ഇല്ലടാ, എനിക്കൊരു കുഴപ്പവുമില്ല. സമാധാനമായി. ഇല്ലടാ സുലൈമാനെ, നീ കരയണ്ട, എനിക്കൊന്നും പറ്റിയിട്ടില്ല. രക്ഷപ്പെട്ടു ഞാൻ. എന്താടാ സുലൈമാനെ? അവനെവിടെ പോയി? അമ്മിനി, ആ സുലൈമാന്റെ സൗണ്ട് അല്ലേ ഇപ്പോൾ ഇവിടെ നിന്ന് കേട്ടത്? എന്നിട്ട് അവനിത് എവിടെ പോയത്? അല്ല, നീ ഇവിടെയാ ഉള്ളത്. നീ എന്തിനാടാ ഇങ്ങനെ നിലത്ത് കിടക്കുന്നത്? എന്നെ താഴോട്ട് വലിച്ചിട്ട ക്ഷീണം കൊണ്ടാണോ? അയ്യോ, എന്റെ എല്ലെല്ലാം പൊട്ടിയെന്നാ തോന്നുന്നത്. നിന്റെ എല്ലെന്തിനാടാ പൊട്ടുന്നത്? ഞാനല്ലേ മുകളിൽ നിന്നും താഴോട്ട് വീണത്. എന്നിട്ട് നിന്റെ എല്ലാ പൊട്ടുന്നത്? നിന്റെ എല്ലൊന്നും പൊട്ടിയിട്ടുണ്ടാകില്ല. നീ എന്നെ നോക്ക്, ഞാൻ മുകളിൽ നിന്ന് താഴോട്ട് വീണിട്ട് എന്റെ എല്ല് പോലും പൊട്ടിയിട്ടില്ല. അപ്പോഴല്ലേ നിന്റെ എല്ല് പൊട്ടുന്നത്. എന്റെ പെരാന്തിച്ച് പെണ്ണുങ്ങളെ, നിങ്ങൾ എന്റെ മേത്താ വീണത്. അപ്പോൾ നിങ്ങൾ എല്ലെങ്ങനെയാ പൊട്ടുന്നത്? ഞാൻ നിന്റെ മേത്താണോ വീണത്? അല്ല, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അയ്യോ, സോറിടാ. നിനക്ക് ശരിക്കും വേദനിച്ചിട്ടുണ്ടോ? ഇല്ല, നല്ല സുഖമാ ഉള്ളത്. അങ്ങനെയായിരുന്നാ? അവിടുന്ന് കിളിക്കാടൊന്ന് എണീറ്റ് പോകുവാ. എന്റെ നടു നട്ടലെല്ലാം പൊട്ടിയെന്നാ തോന്നുന്നത്. ചക്ക വീണ പോലല്ലേ നിങ്ങൾ എന്റെ ദേഹത്തേക്ക് വീണത്? സോറിടാ. ഒന്ന്
എഴുന്നേൽക്കാനൊന്നും പറ്റുന്നില്ലല്ലോ. ദാ, ഒന്ന് കൈ പിടിച്ച് എഴുന്നേൽപ്പിക്കുമോ? ഇന്നാ ഇങ്ങളിപ്പോ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചിക്കാ? അപ്പോൾ എഴുന്നേൽപ്പിക്കണ്ടേ? ഇന്നാണ് ഞാൻ എഴുന്നേൽപ്പിക്കാൻ പറഞ്ഞത്. ദാ, വാ, എഴുന്നേൽക്ക്. അയ്യോ, ഡാ മോനെ, വല്ലതും പറ്റിയോ? ഇനി എന്ത് പറ്റാൻ ചേട്ടാ? അമ്മാതിരി വീടലല്ലേ ഈ പെണ്ണുങ്ങൾ എന്റെ ദേഹത്ത് വീണത്. ചേട്ടൻ കണ്ടതല്ലേ ഈ പെണ്ണുങ്ങൾ എന്റെ ദേഹത്ത് വീണിട്ട് അവിടെ ഇരുന്നിട്ട് കിളിച്ചോണ്ടിരുന്നത്. ഞാൻ കണ്ടിനി. നല്ല വേദന ഉണ്ടാകുംലേ? അതാ എല്ലാം ചെയ്തിട്ട് ആ പെണ്ണുങ്ങളുണ്ട് പിന്നെയും ചിരിക്കുന്നേ. ഇനി എന്തിനാ കുഞ്ഞാമിത്ത ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുന്നത്? എടാ, അതിന് ഞാനല്ലടാ ചിരിച്ചത്. അതാരാ ചിരിക്കുന്നത്? പ്രേതം തന്നെ, അല്ലാണ്ട് വേറെ ആരാ? എടാ, നല്ല കാറ്റ് വീശുന്നുണ്ട്. ഓടിക്കോ, ഇനിയും ഇവിടെ നിൽക്കുന്നത് അപകടമാണ്. ഓടി ഓടി തളർന്നു പോയി. നമ്മൾ എന്തിനാ ശരിക്കും ഓടുന്നത്? ആ പ്രേതം എന്തായാലും നമ്മളെ കൊല്ലില്ലേ? മക്കളെ, നിങ്ങൾ ആരെങ്കിലും എന്റെ സുലൈമാനിക്കാനെ വിളിച്ചിട്ട് പറ, സുലൈമാനിക്കാന്റെ ഈ കുഞ്ഞാമി ഇപ്പോൾ മരിച്ചു പോകുമെന്ന്. എന്റെ ആന്റി, അതിന് ഞങ്ങളടുത്ത് ആരടുത്തെങ്കിലും ഫോണുണ്ടാ? അപ്പോൾ ഞാൻ മരിച്ചാലെങ്ങനെ എന്റെ സുലൈമാനിക്കാക്ക് മനസ്സിലാവുക? ആദ്യം നിങ്ങളൊന്ന് മരിക്കട്ടെ, എന്നിട്ട് ബാക്കി ആലോചിക്കാം. ഓടി ഓടി തളർന്നിട്ട് കുറച്ച് വെള്ളം വേണ്ടീന്. എന്റെ അല്ലോ, ആ പിശാച് പിന്നെയും ചിരിക്കുന്നുണ്ടല്ലോ. അതപ്പോൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടല്ലോ. അതെ, അത് നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഓടിക്കോ, ഇനിയും ഇവിടെ നിൽക്കണ്ട. ഓടല്ല മക്കളെ, എനിക്ക് ഇനിയും ഓടാൻ പറ്റില്ല. പ്രേതത്തിന് ശരിക്കും കാണുമ്പോൾ തന്നോട് തനിയേ അങ്ങ് ഓടിപ്പോകും. അയ്യോ, രക്ഷിക്കണേ. വേഗം ഓടിക്കോ. അയ്യോ, 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 രക്ഷപ്പെട്ട് എനിക്കിവിടെ പിടിക്കാൻ ഒരു വേര് കിട്ടി. അയ്യോ, ആ അമ്മിനെ മിക്രവും അങ്ങ് താഴോട്ട് ഉരുണ്ടു പോയല്ലോ. അവരെ കാണുന്ന പോലുമില്ല. അയ്യോ, ഇനി എന്നാ ചെയ്യാ? മാറിക്കോടാ സുലൈമാനെ. എന്റെ ചന്ത കുത്തിപ്പോയി. നിനക്ക് കണ്ണ് കാണുന്നില്ലടാ വേര്. കുഞ്ഞമ്മിയല്ലേ അത് പോകുന്നത്? ബോൾ ഉരുണ്ടു പോകും പോലെ. ആരെയും കാണുന്നില്ലല്ലോ. തിരിച്ച് ബാക്കോട്ടേക്ക് തന്നെ നടന്നു പോകാം. അയ്യോ, ഞാനിതാ വിമാനം പോകും പോലെ പോകുന്നു. അവർ വരുന്നുണ്ട്. ഇതെവിടെ എത്തിയത്? ഇവിടെ തന്നെ, വേറെ എവിടെയുമല്ല. നിങ്ങളൊക്കെ ഉണ്ട് ഇവിടെ? അയ്യോ, ഇതെന്ത് വീടലാ ഞാൻ വീണത്. അവിടെ ഇരുന്നിട്ട് മോങ്ങാൻ നിൽക്കണ്ട, പിറകിൽ നിന്നും ഇപ്പോൾ ചവിട്ടി കിട്ടും. നോക്കടാ, തേങ്ങയൊക്കെ ഉണ്ട് ഉരുണ്ട് ഉരുണ്ട് വരുന്നേ. അത് തേങ്ങയൊന്നുമല്ല, കുഞ്ഞാമിത്ത് ഉരുണ്ട് ഉരുണ്ട് വരുന്നതാ. വേഗം കുഞ്ഞാമിത്താനെ പിടിച്ചോ, അല്ലെങ്കിൽ ഉരുണ്ടങ്ങ് എവിടെയെങ്കിലും എത്തും. ഞാൻ അങ്ങനെ ഉരുണ്ട് ഉരുണ്ട് വരുന്നത് നീ കണ്ടിക്കില്ലേ? അതിന്റെ ഇടക്ക് നീ എന്നെ ചവിട്ടുകയും ചെയ്യണ, അല്ലെങ്കിൽ തന്നെ എന്റെ തലയും നടുവും കഴുത്തും എല്ലാം ഒരു കല്ലിലിട്ടിട്ട് കുത്തി കുത്തിയിട്ട് വന്നത്. അതിന്റെ ഇടക്ക് നീ എന്തിനാടാ എന്നെ ചവിട്ടിയത്? അയ്യോ, ഏന്റി അവൻ ആന്റിയെ വേദനിപ്പിക്കാൻ വേണ്ടി ചവിട്ടിയതല്ല. ഏന്റി അങ്ങ് ഉരുണ്ടുരുണ്ട് പോകുന്നത് കൊണ്ട് അവൻ തടഞ്ഞു നിർത്തിയതാണ്. നിങ്ങൾ അങ്ങ് തെറിച്ചു പോകണ്ടെന്ന് വിചാരിച്ച് ഞാൻ തടഞ്ഞു നിർത്തിയതാണ്. അതും ഇപ്പോൾ കുറ്റമായോ? ഇങ്ങനെയാണെങ്കിൽ നീ തടഞ്ഞു നിർത്തണ്ടായിരുന്നു. മനുഷ്യന്റെ തല ഒട്ടി. അത് നോക്കിയ, അവിടെ നിന്നും ഒരു വലിയ പൂമ്പാറ്റ പറന്നു വരുന്നു. വലിയ പൂമ്പാറ്റയോ? ശരിയാണല്ലോ, ഒരു വലിയ പൂമ്പാറ്റ പറന്നു വരുന്നുണ്ട്. അടാ പൊട്ടന്മാരെ, അത് പൂമ്പാറ്റയൊന്നുമല്ല, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ ചേട്ടനാണ്. ചേട്ടന് മിങ്ങെത്തിയല്ലോ, സമാധാനമായി. അല്ല ചേട്ടാ, ചേട്ടൻ എന്താ ലേറ്റ് ആയിട്ട് വന്നത്? അല്ല, ഇനിയും ആരും ഉരുണ്ട് വരുന്നില്ലല്ലോ? ഇല്ല, ഇനി വരാൻ ആരുമില്ല. നമ്മളെല്ലാവരും ഉരുണ്ടിങ്ങെത്തിക്ക്. ഇനിയും ആള് വരുന്നുണ്ട്. നീ സൗണ്ട് കേട്ടില്ലേ കരയുന്നത്? അങ്ങോട്ട് നിൽക്കേ. വേറെ ആരും കരഞ്ഞതല്ല, നിങ്ങൾ എന്റെ കാല് ചവിട്ടിട്ട് എന്നോട് നിലവിളിച്ചു പോയതാ.
പോയിട്ട് ഒരു ചവിട്ടും തന്നിക്ക്. എന്തിനാ ആ മതില് ചാടിയത്? ഇനി എങ്ങനെയൊന്ന് വീട്ടിലേക്ക് എത്തുവാ? ഡാ വിഷമിക്കണ്ടടാ, എന്തെങ്കിലും വഴി കാണും. അല്ല ഡിക്രു, നമ്മളിപ്പോൾ എവിടെയാ ഉള്ളത്? പറയും പോലെ നമ്മളിത് എവിടെയാ എത്തിയത്? എനിക്ക് തോന്നുന്നത് ഇത് കാടിന്റെ ഉൾഭാഗമാണെന്നാ. അതെ, ഇവിടെയൊക്കെ കാണുമ്പോൾ എന്തോ ഒരു പേടിയാകുന്നു. പക്ഷേ ഇവിടെ ഒരു ജീവികളുടെയും സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. അതെ, നല്ല നിശബ്ദതയുണ്ട് ഇവിടെ. ഇനി ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെടുന്നതായിരിക്കുമോ? അങ്ങനെയായിരുന്നുവെങ്കിൽ രക്ഷപ്പെട്ടു. പക്ഷെ ഇവിടെ കാണുമ്പോൾ അങ്ങനെയൊന്നും തോന്നുന്നില്ല. അത് തന്നെ, ഇവിടെ കാണുമ്പോൾ നല്ല പേടിപ്പെടുത്തുന്ന സ്ഥലം പോലെയുണ്ട്. അല്ല, ഏന്റി ഇതെവിടെയാ പോയത്? അവിടെ അതാ കാടിന്റെ ഭംഗി നോക്കുകയാണെന്ന് തോന്നുന്നു. ഏന്റി എന്നാ ഇങ്ങനെ നോക്കുന്നത്? എടാ, നമ്മൾ രക്ഷപ്പെട്ടു എന്നാ തോന്നുന്നത്. അതെന്താ ഏന്റി? നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ശബ്ദമൊന്നുമില്ല. പക്ഷേ ശബ്ദമുണ്ടാക്കാത്ത ജീവികളുണ്ട്. ശബ്ദമുണ്ടാക്കാത്ത ജീവികളോ? അതേടാ, അത് നമ്മൾ ഉപദ്രവിക്കുകയൊന്നുമില്ല. നീ ഇവിടെ വന്ന് നോക്ക്. അത് അതിന്റെ ആളുകളുമായി കളിച്ചും രസിച്ചും ഇവിടെ ഇങ്ങനെ കഴിയുകയാണ്. അതേത് ജീവിയാ ശബ്ദമുണ്ടാക്കാത്ത ജീവി? വാ നമുക്ക് പോയി നോക്കാം. ദാ നിങ്ങൾ ഇത് നോക്ക്. ഇത് നോക്ക്, അമിതൊക്കെ സീത്തോ എന്നുള്ള ഡാൻസ് കളിക്കും പോലെയില്ലേ? നല്ല രസമുണ്ട് ഇവരുടെ കളി കാണുവാൻ. ഞാൻ നല്ലൊരു ഇളം കവുങ്ങ്. ഈ ഹസ്തിക്കുടത്തിനെ കണ്ടിട്ടാണോ നിന്റെ ഏന്റി ശബ്ദമുണ്ടാക്കാത്ത ജീവികൾ എന്ന് പറഞ്ഞത്? നമ്മൾ ശരിക്കും പെട്ടു. നമ്മൾ ഉരുണ്ടുരുണ്ട് വന്നെത്തിയത് ശരിക്കും പ്രേതത്തിന്റെ സ്ഥലത്ത് തന്നെയാണ്. ആ പ്രേതത്തിന്റെ കരച്ചിൽ ഇവിടെയും കേൾക്കുന്നുണ്ട്. അതെവിടുന്നാണ് കേൾക്കുന്നത്? എവിടെയും പ്രേതമുണ്ടെന്ന് തോന്നുന്നത്. നിങ്ങൾ അത് കാണുന്നുണ്ടാ? എന്ത്? അത് നോക്ക്. അപ്പോൾ ഇതിന്റെ സൗണ്ടാണോ നമ്മൾ ഇത്ര നേരം കേട്ടത്? ഇതാണ് ഇത്രയും സമയം സൗണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഇതാ സൗണ്ട് ഉണ്ടാക്കിയത്. ഞാൻ വിചാരിച്ചു വല്ല പ്രേതവുമാണെന്ന്. ഇതിനെ നിങ്ങൾ പേടിക്കണ്ട, ഇത് വെറുതെ ഇങ്ങനെ കളിക്കുന്ന ഒരു ജീവിയാണ്. എനിക്ക് ഇതെന്താണെന്ന് മനസ്സിലായിട്ടില്ലേ? എന്ത്? എന്റെ കുഞ്ഞാമിത്ത, അത് നിങ്ങൾ വിചാരിക്കും പോലത്തെ ഒരു പാവം ജീവിയല്ല. അതാണ് ശരിക്കും പ്രേതം. എന്ത്? അതാണ് അസ്ഥിക്കുടം. അപ്പോൾ അത് നമ്മൾ മനുഷ്യന്റെ എല്ലും പിന്നെ അത് തന്നെ, മരിച്ചയാളുടെ അസ്ഥിക്കുടമാണത്. നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ നോക്ക്. അത് തന്നെയാടാ അത്. അത് തന്നെയല്ലേ ഞങ്ങൾ പറഞ്ഞത്? നിങ്ങളല്ല പറഞ്ഞത് അത് സൗണ്ടൊന്നും ഉണ്ടാക്കാത്ത ഒരു പാവം ജീവിയാണെന്നേ? എനിക്ക് ആദ്യം മനസ്സിലായിട്ടില്ലേനു. ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെയുള്ളതോ അതും പ്രേതം തന്നെ. എന്റെ അല്ലോ, 1 4ആയി. 4അല്ല 2. അതന്നെ. അയ്യോ മക്കളെ, നമ്മളിത് വല്ലാത്തൊരു പെടലാണല്ലോ പെട്ടത്. നോക്കിയേ, അത് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എവിടെ പോയി? അതിനെ കാണുന്നില്ലല്ലോ. അത് ഇവിടെങ്ങാനും ഒളിച്ചു നിൽക്കുന്നുണ്ടാകും. ആരും സൗണ്ട് ഒന്നും ഉണ്ടാക്കണ്ട. അയ്യോ അയ്യോ അയ്യോ, ഇയാൾക്കെന്താ വട്ടായ? അയ്യോ എടോ, തന്നോട് സൗണ്ട് ഉണ്ടാക്കരുതെന്നാ പറഞ്ഞത്, അല്ലാണ്ട് ഉണ്ടാക്കണമെന്നല്ല. ചേട്ടാ, ചേട്ടൻ എന്നാ കളിക്കുന്നത്? അയ്യോ എടാ, നീ അത് നോക്കി. അയ്യോ അയ്യോ. ഇയാക്കെന്താ പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലേ? കൊറേ സമയമായി കയ്യോ കയ്യോ എന്ന് പറയുന്നത്. എടാ, തന്നോടല്ലടോ പറഞ്ഞത്. അയ്യോ ഇയാക്കെന്നാ ശരിക്കും പറ്റിയത്? അയ്യോ, ഇനി ചിലപ്പോൾ പ്രേതത്തിനെ കണ്ടിട്ട് പേടിച്ചു പോയിട്ടായിരിക്കും ഇങ്ങനെ പറയുന്നത്. എടാ കളവാ, എന്നാ ശരിക്കും പറ്റിയത്? അയ്യോ, ഇയാളോട് ഇത് എന്ത് ചോദിച്ചാലും കയ്യോ കയ്യോ എന്നല്ലേ പറയുന്നത്. എടാ കളവാ. അയ്യോ, ഇയാളെ ഞാനിന്ന് കൊല്ലും. അയ്യോ.
അയാൾക്ക് വട്ടായി എന്നാ തോന്നുന്നത്. എന്ത് പറഞ്ഞാലും അയ്യോ അയ്യോ ഇത് മാത്രമേ പറയുന്നുള്ളൂ. അയ്യോ നിങ്ങളൊന്ന് അയാളുടെ പിറകെ നോക്കിയോക്ക്. എന്താ? ആദ്യം നോക്കിയോക്ക്, എന്നിട്ട് എന്താന്ന് പറയാ. അയ്യോ അയ്യോ എന്റെ ഒന്നോ, ഈ സാധനം തലക്കടിച്ചിട്ടാണോ അയാൾ അയ്യോ അയ്യോ എന്ന് പറയുന്നത്? ആ ഏന്റി, അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറയുന്നത്. എടാ, അയാൾ എന്താ പൊട്ടനാണോ? തലക്കെട്ട് ഒരടി കിട്ടിയപ്പോൾ തന്നെ അയാൾക്ക് അങ്ങ് ഓടിയാൽ പോരെ. അയാൾ എന്തിനാ ഉള്ള അടി മുഴുവനും ഇങ്ങനെ വാങ്ങി വെക്കുന്നത്? എന്റെ കുഞ്ഞാമിത്ത, അയാൾ പേടിച്ചിട്ട് അയാളുടെ ബോധം മുഴുവനും പോയിട്ടാണുള്ളത്. ഡാ സൽമാനെ, അയാൾ എങ്ങനെയാണോ നിരക്ഷിക്കാ? അറിയില്ലടാ, അയാൾ ഇപ്പോൾ ചത്തുപോകുമെന്നാ തോന്നുന്നത്. അയ്യോ പാവം, ആരെങ്കിലും പോയിട്ട് അയാളെ കുറച്ച് മുന്നോട്ടേക്ക് വലിച്ചിട്ടാൽ മതിയായിരുന്നു. ആഹാ, അതാ നല്ലത്. ഓട്. എന്താ? നീ പോയിട്ട് അയാളെ വലിച്ചിട്ട് വാ. ഞാൻ പോകില്ല. പിന്നെ നീയല്ലേ അത് പറഞ്ഞത്? ആ, നിങ്ങൾ ആരെങ്കിലും പോട്, ഞാൻ പോകില്ല, എനക്ക് പേടിയാ. എന്തെങ്കിലും വേഗം ചെയ്യണം, അയാൾ ഇപ്പോൾ മരിച്ചു പോകും. അയ്യോ പാവം ചേട്ടൻ, നല്ല വേദനയാകുന്നുണ്ടാകും. എടാ വാടാ, നമുക്ക് പോയിട്ട് അയാളെ മുന്നോട്ടേക്ക് വലിച്ചിടാം. എടാ എനിക്ക് പേടിയാകുന്നേ. എടാ പേടിയാന്ന് പറഞ്ഞു നിൽക്കല്ല, അയാൾ ഇപ്പോൾ ചത്തുപോകും. എന്തായാലും നമ്മൾ എല്ലാവരെയും ആ പ്രേതം ഇപ്പോൾ കൊല്ലും. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മരിക്കാം. നീ വാടാ, നമുക്ക് പോയി അയാളെ മുന്നോട്ട് വലിച്ചിടാം. അയ്യോ എടാ, ആ ചേട്ടൻ താഴോട്ട് വീണു. എടാ ഇക്രു, നീ ഇത് കണ്ടോ? എടാ സൽമാനെ, നീ ഇത് കണ്ടാ? എന്ത്? എടാ, ഇതുണ്ടല്ലോ വലുതായി വലുതായി വരുന്നേ. എടാ നീ എഴുന്നേൽക്കടാ, എഴുന്നേൽക്ക്. എനിക്ക് പേടിയാക്കുന്നടാ, നീ എഴുന്നേൽക്ക്. എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, നീ എഴുന്നേൽക്ക്. എടാ, ഇത് വലുതായി വലുതായി വരുന്നുണ്ടല്ലോടാ. എന്റെ അമ്മോ, ഇതെന്താ തെങ്ങ? അയ്യോ കുഞ്ഞാമിത്ത, ഇത് വലുതായി വലുതായി വരുന്നുണ്ടല്ലോ. എടാ പ്രേതേ, നീ എന്തിനാടാ ഇങ്ങനെ വലുതാകുന്നത്? ചെറുതാക്ക് ചെറുതാക്ക്. ഹലോ, ആരാ? ഇങ്ങ് താഴോട്ട് നോക്ക്. നീ പറഞ്ഞതുപോലെ ഞാൻ ചെറുതായിട്ടുണ്ട്. എന്റെ അമ്മോ, ഇതാരും ഇവിടുന്ന് തൊപ്പിയിട്ടിട്ട് ഡാൻസ് കളിക്കുന്നത്? അയ്യോ ഇതാരാ? ഞാനാണ് തൊപ്പി വാസു. തൊപ്പി വേണോ നിങ്ങൾക്ക്? ഇതാ പിടിച്ചോ. എന്റെ അമ്മോ, ഡീ, ഈ കുട്ടിപ്പിശാച് തൊപ്പിയിട്ടിട്ട് കുറെ സമയമായല്ലോ ഡാൻസ് കളിക്കുന്നേ. കുട്ടിപ്പിശാചല്ല, തൊപ്പി വാസു. കുഞ്ഞമിത്ത, എന്താടി? ഒന്നും നോക്കാതെ നമുക്ക് ഓടിയാലോ? അത് പിറകെ തന്നെ ഓടില്ലേ? എനിക്ക് ഇവിടെ നിൽക്കാൻ പേടിയാകുന്നു. എനക്ക് പേടിയാകുന്നുണ്ട്. എന്നാൽ പിന്നെ എന്ന് ആലോചിക്കുന്നത്? വേഗം ഓടിക്കോ. ഓ രക്ഷപ്പെട്ട്, അത് പിറകെ ഓടിയില്ല. എടാ, ഇത് ചിരിക്കാൻ തുടങ്ങി. നീ കരയാനും തുടങ്ങിയ? എടാ, ഇതിപ്പോൾ നമ്മളെ കൊല്ലും. സൽമാനെ, നീ എഴുന്നേറ്റിട്ട് എന്റെ കൈ പിടിക്കടാ. ഒന്ന് പോടാ അവിടുന്ന്, എനിക്ക് പേടിച്ചിട്ട് അനങ്ങാൻ പോലും ആകുന്നില്ല. എന്നേരല്ലേ നിന്റെ കൈ പിടിക്കുന്നത്? അത് ഇപ്പോൾ നമ്മളെ കൊല്ലുമേടാ. നീ മെല്ലെ മെല്ലെ ബേക്കോട്ടേക്ക് നീങ്ങ്. എന്നാൽ ഞാനും നീങ്ങാം. ഇപ്പോൾ അതിന്റെ ചിരിയൊക്കെ നിന്നല്ലോ. വിശ്വസിക്കാൻ പറ്റില്ല, പെട്ടെന്ന് ആ പേടിപ്പിക്കുന്ന ചിരി ചിരിക്കുക. ഇനി നീ മെല്ലെ എഴുന്നേൽക്ക്. ആദ്യം നീ എഴുന്നേൽക്ക്. ഇവനെന്താ ഇങ്ങനെ? ആ ചേട്ടൻ എഴുന്നേറ്റില്ലല്ലോ. ഈ പ്രേതത്തിനെ കണ്ടിട്ട് ആ ചേട്ടന്റെ ബോധമൊക്കെ പോയിനടാ. പിന്നെ എങ്ങനെ എഴുന്നേൽക്കാനാ? അപ്പോൾ എങ്ങനെയാ ചേട്ടൻ ഇവിടെ നിന്നും രക്ഷപ്പെടുത്താനേ? ചേട്ടന് കുറച്ചു സമയം കഴിഞ്ഞാൽ ബോധം വരും. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ എഴുന്നേൽക്കും. നമുക്കിപ്പോൾ ഇവിടെ നിന്നും എഴുന്നേറ്റ് ഓടാം. ഏട്ടാ, നീ എന്താ ഈ പറയുന്നത്? നമ്മൾ ഓടിയാൽ ചേട്ടൻ ഇവിടെ ഒറ്റയ്ക്കാകും. അപ്പോൾ ഈ പ്രേതമെല്ലാം കൂടി ചേട്ടനെ കൊല്ലും. ഇല്ലടാ, ചേട്ടൻ ഇപ്പോൾ ബോധം കെട്ടിട്ടല്ല ഉള്ളത്. ബോധം വന്നാൽ ചേട്ടൻ ഓടി രക്ഷപ്പെടുമായിരിക്കും. ഇത് പിന്നെയും ചിരി തുടങ്ങിയല്ലോ. ഇനി ഒന്നും നോക്കണ്ട, എഴുന്നേറ്റ് ഓടിക്കോ.
തലക്കാണല്ലോ വീണത്. ഇത് ചിരിക്കാൻ തുടങ്ങി. അയ്യോ, എടാ ഇനി എന്താടാ ചെയ്യാ? അറിയില്ലടി, ആ ചേട്ടന്റെ ദേഹത്താണ് ആ അസ്ഥിക്കുടം വീണത്. അയ്യോ, എങ്ങനെയാടാ ആ ചേട്ടനൊന്ന് രക്ഷിക്കാ? പാവൻ ചേട്ടൻ ബോധമില്ലാതെ കിടക്കുകയാണ്. ഇനി അഥവാ ബോധം വന്നാൽ ആ പ്രേതത്തിനെ പിന്നെയും കണ്ടിട്ട് പിന്നെയും ബോധം പോകില്ലേ? ഇവിടെ സീരിയസ് ആയിട്ട് ഓരോന്ന് നടക്കുമ്പോൾ നിങ്ങൾ ഓരോന്ന് പറയല്ല. എടാ നീ അത് നോക്കിയേ, എന്താടാ? അയ്യോ, ഇത് എത്ര അസ്ഥിക്കുടമാ ചേട്ടനെ പൊതിഞ്ഞത്. ഇതെന്നാണ് ഇവിടെ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാക്കുന്നില്ല. ഇനി എന്ത് മനസ്സിലാവാനാടാ? ആ ചേട്ടൻ മരിച്ചു കഴിഞ്ഞു. നീ എന്താ പറഞ്ഞത്? എടാ അയാൾ മരിച്ചെന്ന്. ഞാൻ എന്താടാ കേൾക്കുന്നത്? ആടാ അയാൾ മരിച്ചടാ. നമുക്ക് അയാളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലടാ. അയ്യോ, എടാ നമുക്ക് ആ ചേട്ടന് 2 ദിവസത്തെ പരിചയം മാത്രമേ ഉള്ളൂ. എന്നിട്ടും ആ ചേട്ടൻ മരിച്ചിട്ട് നമുക്കിത് എത്ര സങ്കടമുണ്ട്. അതേടാ, ഒരു പാവം ചേട്ടനായിരുന്നു അത്. മക്കളെ, ഈ കുഞ്ഞാമിത്താക്ക് സഹിക്കുന്നില്ല മക്കളെ. എന്നെ കണ്ടിട്ട് അയാളുടെ ഭാര്യയാണെന്ന് കരുതിയിട്ടല്ലേ അയാൾ എന്റെ പിറകെ വന്ന് ഈ കാട്ടിൽ പെട്ടത്. ഇതെന്തൊക്കെയാ മക്കളെ ഇവിടെ നടക്കുന്നത്? സങ്കടപ്പെടേണ്ട ഏന്റി, അയാൾ മരിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ മരിക്കും. മരിക്കട്ടെ, അങ്ങനെ എല്ലാവരെയും കൊന്നാൽ ആ പ്രേതത്തിന് സമാധാനമാകുമെങ്കിൽ അതാകട്ടെ. എന്നാലും ആ പാവ മനുഷ്യനെ തന്നെ ആ പ്രേതം ആദ്യം കൊന്നല്ലോ. അയ്യോ, പാവൻ ചേട്ടൻ മരിച്ചു പോയല്ലോ. നോക്കടാ, ഇവിടെ എത്ര പ്രേതങ്ങളാ ഉള്ളത്. അതൊക്കെ ചേർന്ന് ആ ചേട്ടനെ കൊന്നു തിന്നുകയാണ്. നോക്ക്, ആ തൊപ്പി വാസു കളിക്കുന്നത്. ഈ തൊപ്പി വാസുവാ? ആ, തൊപ്പി വാസു തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ആ അസ്ഥിക്കുടത്തിനെ അറിയാമോ? നിങ്ങളുടെ ആരെങ്കിലും ആണോ അത്? എടാ പൊട്ട, ആ അസ്ഥിക്കുടം തന്നെയാണ് പറഞ്ഞത് അത് തൊപ്പി വാസുവാണെന്ന്. ഓ, അങ്ങനെയായിരുന്നോ? ഞാൻ വിചാരിച്ചു അത് കുഞ്ഞാമിത്താന്റെ ബന്ധുവാണെന്ന്. അയ്യോ, അത് നോക്കിയേ, ആ തൊപ്പി വാസു നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഓടിക്കോ. അയ്യോ, ആ ചേട്ടൻ മരിച്ചു പോയല്ലോ. ആടി, പാവം ചേട്ടൻ. നമുക്ക് അയാളെ രക്ഷിക്കാൻ പറ്റിയില്ല. എങ്ങനെ പറ്റുവാനാടാ? ഈ പ്രാതങ്ങളുടെ ഇടയ്ക്ക് നമ്മൾ എങ്ങനെ രക്ഷിക്കുവാനാ? മക്കളെ, സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല മക്കളെ. എന്തായാലും ആ പ്രേതം നമ്മളെല്ലാം കൊല്ലുമെന്ന് ഉറപ്പല്ലേ? ആ ഏന്റി, നമ്മളെയൊക്കെ കൊല്ലും. പിന്നെ എന്തിനു സങ്കടപ്പെടണം? ഇപ്പോൾ ആദ്യം അയാളെ കൊന്നു എന്ന് മാത്രം. അടുത്തത് നീയല്ലെങ്കിൽ ഇവനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളായിരിക്കും. അതെന്താ? എവിടെ? അതല്ല, ഇപ്പോൾ ഒരു സൗണ്ട് കേട്ടില്ലേ? അത് സൗണ്ട് ആയിരുന്നോ? ഞാൻ വിചാരിച്ചു വേറെന്തോ ആണെന്ന്. എന്ത് സൗണ്ടാടാ? ഞാനൊന്നും കേട്ടില്ലല്ലോ. ഇപ്പോൾ കേട്ടു ഞാൻ. ഈ സൗണ്ടിനെ കൊണ്ട് തന്നെയാ ഞാൻ പറഞ്ഞത്. അതെന്ത് സൗണ്ടാടാ? പ്രേതങ്ങളുടെ തന്നെ, അല്ലാണ്ട് വേറെ എന്തിന്റെ സൗണ്ടാ? അപ്പോൾ അത് നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാകില്ലേ? ഉണ്ടാകും. ഇനി അത് നമ്മൾ എല്ലാവരെയും കൊന്നിട്ടേ അടങ്ങിയിരിക്കൂ. നിനക്ക് നമ്മുടെ ചുറ്റും ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാകുന്നുണ്ടോ? ഇല്ലടാ, ഇവിടെ മുഴുവനും മഞ്ഞായതുകൊണ്ട് ഒന്നും അങ്ങ് തെളിഞ്ഞു കാണുന്നില്ല. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്ത് കാര്യം? ഞാനിനി പേടിച്ചു നിൽക്കില്ല. എന്ത്? ഡി അമ്മിണി, നമ്മൾ എന്തായാലും ആ പ്രേതം കൊല്ലും. പിന്നെ എന്തിനാ നമ്മളിങ്ങനെ പേടിച്ചു നിൽക്കുന്നത്? നമ്മൾ മരിക്കുമെന്ന കാര്യം ഉറപ്പായില്ലേ? പിന്നെ ഇങ്ങനെ പേടിച്ചു നിൽക്കണോ? ആ, അത് നീ പറഞ്ഞത് കാര്യം തന്നെയാണല്ലോ ഡൈക്രു. അതെ, നമ്മൾ വെറുതെയാണ് പേടിച്ചു നിൽക്കുന്നത്. എന്തായാലും നമ്മൾ മരിക്കും. അത് തന്നെ. എന്നാൽ ഞാനും ഇനി പേടിക്കില്ല. ഇനി മൃഗം വന്നാലും സാരമില്ല, പ്രേതം വന്നാലും സാരമില്ല. ഈ കുഞ്ഞാമി ഇനി പേടിക്കില്ല. അല്ല ഏന്റി, നിങ്ങൾ എന്നായി കളിക്കുന്നത്? എന്താടാ? അല്ല, നിങ്ങൾ ഇതെവിടത്തേക്കാ കയറി കയറി പോകുന്നത്? കയറി കയറി പോകാനോ? അതിന് ഞാൻ എവിടെയും പോകുന്നില്ലല്ലോ. എന്താ? എടാ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കേ. അയ്യോ ഏന്റി,
ഞാനല്ലേ? അയ്യോ ദാ സൽമാനെ, എന്നാടാ ചെയ്യാ? അറിയില്ലടാ, എന്നാടാ ചെയ്യാ? എടാ പൊട്ടന്മാരെ, അങ്ങോട്ട് ഇങ്ങോട്ട് എന്നാ ചെയ്യാന്ന് പറഞ്ഞോട്ട് നിൽക്കാണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യ്. കുഞ്ഞാമിത്ത, എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്, വേഗം അവിടെ നിന്ന് താഴോട്ട് തുള്ള്. തുള്ളാനോ? അല്ലാതെ വേറൊരു വഴിയുമില്ല, നിങ്ങൾ ഇങ്ങോട്ട് തുള്ള്. എനിക്ക് പേടിയാടാ. എടാ അത് നോക്കിയേ, അത് താണു പോകുന്നുണ്ട്. എടാ, ഇത് താണു പോകുന്നുണ്ട്. ഇതൊക്കെ എന്താ നടക്കുന്നത്? അതതാ താണു പോകുന്നേ. എടാ, ഇത് മൂളിക്കോണ്ടടാ താഴോട്ട് പോകുന്നത്. അത് മൂളിക്കോട്ടെ, അതിന് നിങ്ങൾക്കെന്താ? നിങ്ങൾക്ക് താഴോട്ട് ഇറങ്ങിയാൽ പോരെ? അത് മതി. ഇനി ഒന്നും നോക്കണ്ട, തുള്ളിക്കോ. നോക്ക്, അത് താഴ്ന്നു പോയി. അയ്യോ, അത് പിന്നെ മേലോട്ട് പൊന്തി വരുന്നുണ്ട്. ഇതെന്ത് കളിയാ കളിക്കുന്നത്? അതെന്തിനാടാ ഇങ്ങനെ മൂളുന്നത്? അറിയില്ലേന്റി, ഈ കാട്ടിൽ ഒരുപാട് തരം പ്രേതമുണ്ട്. ആ ചേട്ടനെ കൊന്നത് ഒരുപാട് അസ്ഥിക്കുടം പ്രേതങ്ങൾ ചേർന്നിട്ടാണ്. അതുപോലെ ഇത് വേറെ ഏതോ ഒരു തരം പ്രേതമാണ്. ഇതെന്തൊക്കെയാ നടക്കുന്നത്? എനക്ക് തോന്നുന്നത് ഇതൊരു പാവം പ്രേതമാണെന്ന്. പാവം പ്രേതമെന്നോ? അതെന്താ? അല്ലെങ്കിൽ ആ പ്രേതം നേരത്തെ എന്നെ കൊല്ലുമായിരുന്നില്ലേ? ആ പ്രേതത്തിന്റെ തലയിലായിരുന്നില്ലേ ഞാനുള്ളത്? അല്ലെങ്കിൽ തന്നെ ഇത് ശരിക്കും പ്രേതം തന്നെയാണോ? എന്താ ഏന്റി അങ്ങനെയൊക്കെ പറയുന്നത്? എടാ, പ്രേതം ഇങ്ങനെ ഫുൾ തുണിയും മൂടി നടക്കുമോ? എനക്ക് തോന്നുന്നത് ഇത് ആർക്കോ തണുത്തിട്ട് തുണിയും തലയിലിട്ട് നടക്കുകയാണെന്നാ. തുണിയും തലയിലിട്ട് നടക്കുന്നതല്ല അത് പ്രേതമാണ്, പ്രേതം. അത് പ്രേതമായത് കൊണ്ടല്ലേ നിലത്തിൽ നിന്നും മേലോട്ട് പൊന്തി വരുന്നത്? പ്രേതമല്ലെങ്കിൽ ഇങ്ങനെ മേലോട്ട് പൊന്തി പോകുവാൻ പറ്റുമോ? പിന്നെ എന്തിനാടാ അതിങ്ങനെ മൂളുന്നത്? അതെന്നോട് ചോദിച്ചിട്ടെന്താ? അതിനോട് തന്നെ ചോദിച്ചു നോക്ക്. ഇതെനിക്ക് എന്തായാലും ഉറപ്പാണ്, ഇത് പ്രേതമല്ലെന്ന്. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എന്റെ കുഞ്ഞാമിത്ത, നിങ്ങൾ വേണ്ടാത്ത പണി എടുക്കണ്ട, അത് ശരിക്കും പ്രേതമാണ്. എടാ പൊട്ട, അത് പ്രേതമാണെങ്കിൽ അത് നമ്മളെ പണ്ടേ കൊല്ലാൻ വന്നേനെ. പിന്നെ നിങ്ങൾ എന്നാ പറയുന്നത് അത് മനുഷ്യനാണെന്നാണാ? അത് മനുഷ്യനല്ല. പിന്നെന്തെന്നാ? അത് പ്രേതം തന്നെയാണ്. അത് തന്നെയല്ലേ ഞങ്ങൾ പറഞ്ഞത് കുഞ്ഞാമി. അതല്ലടാ ഞാൻ പറഞ്ഞത്. എന്തെല്ലാന്ന്? എടാ, അത് ശരിക്കും പ്രേതം തന്നെയാണ്. പക്ഷേ ആ പ്രേതം ഇപ്പോൾ ഒരു പ്രശ്നത്തിലാണുള്ളത്. എന്ത് പ്രശ്നോ? നീ കാണുന്നില്ലേ അതിനെ? ആ പ്രേതം ഒരു തുണിയുടെ ഉള്ളിൽ കുടുങ്ങിപ്പോയിട്ടാണുള്ളത്. അതിന്റെ ഉള്ളിൽ നിന്നും അതിന് നീങ്ങാനും സംസാരിക്കാനും ഒന്നും പറ്റുന്നില്ല. അതുകൊണ്ടാണ് അതിങ്ങനെ മൂളിക്കൊണ്ട് നിൽക്കുന്നത്. എന്റെ കുഞ്ഞാമിത്ത, നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് ഊഹിച്ചിട്ട് വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട. ഞാൻ നിങ്ങൾ വിചാരിക്കും പോലത്തെ വേണ്ടാത്ത പണിയല്ല ചെയ്യുന്നത്. ഞാൻ പോയിട്ട് ഈ പ്രേതത്തിന്റെ തലയിലുള്ള തുണി മാറ്റും. അപ്പോൾ ആ പ്രേതം അതിന്റെ ഉള്ളിൽ നിന്നും രക്ഷപ്പെടും. പിന്നെ ആ പ്രേതം നമ്മളെ ഉപദ്രവിക്കുകയല്ല ചെയ്യുക, പകരം നമ്മളെ രക്ഷിക്കുകയാണ് ചെയ്യുക. അതിനെ അങ്ങോട്ട് സഹായിച്ചത് കൊണ്ട് അത് ചിലപ്പോൾ നമ്മൾ ഇങ്ങോട്ടും സഹായിക്കും. നിങ്ങളൊന്നും മിണ്ടാട്ട് നിന്നേ. ഞാൻ പറഞ്ഞത് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒന്നും ആലോചിക്കാനില്ല. നിങ്ങൾ വേണ്ടാണ്ട് ഓരോരു പണിക്ക് നിൽക്കണ്ട. അങ്ങനെ പ്രേതത്തിനെ ഒന്നും ആരും സഹായിക്കില്ല, അതിന്റെ ആവശ്യവുമില്ല. നീ ഒന്ന് പോടാ അവിടുന്ന്. എങ്ങനെയെങ്കിലും ഈ കാട്ടിൽ നിന്നും ഒന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന. ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും അതിനുള്ള വഴി. അയ്യോ കുഞ്ഞാമിത്ത, വേണ്ടാണ്ട് ഓരോരു പണിക്ക് നിൽക്കല്ല നിങ്ങൾ. ഇപ്പോൾ കാണിച്ചു തരാം. എന്നിട്ട് വേണ്ടാത്തതാണോ വേണ്ടതാണോ എന്ന് നീ തന്നെ പറ. എടാ പ്രേതേ, നിന്നെ ഇപ്പോൾ ഞാൻ സഹായിക്കും. എന്നിട്ട് നേരെ തിരിച്ച് നീ എന്നെ സഹായിക്കണേ. ഇത് ശരിക്കും പ്രേതമാടാ. മുണ്ടി പോകരുത് നിങ്ങള്. ഓരോന്ന് ചെയ്തിട്ട് ഇവിടുന്ന് വായി പൊളിഞ്ഞു നിൽക്കുന്നു. ഇങ്ങനെ സഹായിക്കുന്നല്ല പറഞ്ഞത്, പോയി സഹായം ചോദിക്ക്. എടാ അങ്ങനെ പറയല്ലടാ. അയ്യോ